Hi everyone, welcome to the session on data science. My name is Ansia. So, before jumping into data science, let's understand what is data. What is data? Data is the raw information that represents facts, observations, or measurements. It can be numbers, text, images, sounds, or anything else that can be recorded and used for analysis. So, in simple terms, data is the building block of information. When data is organized and processed, it becomes meaningful and helps us draw conclusions or make decisions. അപ്പോൾ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഡേറ്റ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻഫർമേഷൻ ആണ് എന്തുമാവാം നമ്മൾ കളക്ട് ചെയ്യുന്നത് ടു ലേൺ അനലൈസ് ഓർ മേക്ക് ഡിസിഷൻസ് അതിന് വേണ്ടി കളക്ട് ചെയ്യുന്ന എന്തുമാവാം ഫോർ എക്സാമ്പിൾ ഇപ്പോൾ യുവർ നെയിം ഈസ് ഡേറ്റ യുവർ ഏജ് ഈസ് ഡേറ്റ നമ്പർ ഓഫ് ബുക്സ് ഇൻ എ ലൈബ്രറീസ് നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഇൻ എ ക്ലാസ് ഇതെല്ലാം ഡേറ്റയാണ് സോ ദർ ആർ ടു ടൈപ്സ് ഓഫ് ഡേറ്റ ക്വാളിറ്റേറ്റീവ് ഡേറ്റ ആൻഡ് ക്വാണ്ടിറ്റേറ്റീവ് ഡേറ്റ ക്വാളിറ്റേറ്റീവും പിന്നെയും സബ് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് നോമിനൽ ആൻഡ് ഓർഡിനൽ അതുപോലെ ക്വാണ്ടിറ്റേറ്റീവ് ഡേറ്റയും രണ്ട് ടൈപ്പ് ഉണ്ട് ഡിസ്ക്രീറ്റ് ആൻഡ് കണ്ടിന്യൂസ് ക്വാളിറ്റേറ്റീവ് ഡേറ്റ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റെപ്രസെൻസ് ഡിസ്ക്രിപ്ഷൻസ് ലേബേഴ്സ് ഓർ കാറ്റഗറീസ് അത് നോൺ ന്യൂമറിക്കൽ ആയിരിക്കും അതും ടു ടൈപ്സ് ഉള്ളത് നോമിനലും ഓർഡിനലും നോമിനൽ ഡേറ്റ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാറ്റഗറീസ് വിതൗട്ട് എ സ്പെസിഫിക് ഓർഡർ ഇതൊരു സ്പെസിഫിക് ഓർഡർ ഉണ്ടാവില്ല ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ജെൻഡർ ആണെങ്കിൽ മെയിൽ ഫീമെയിൽ കാർ ബ്രാൻഡ്സ് ടൊയോട്ട ഫോർഡ് ഇതിനൊന്നും ഒരു സ്പെസിഫിക് ഓർഡർ ഇല്ല അതാണ് നോമിനൽ ഡേറ്റ ഓർഡിനൽ ഡേറ്റ എന്ന് പറയുമ്പോൾ കാറ്റഗറീസ് വിത്ത് എ മീനിങ് ഫുൾ ഓർഡർ ഒരു ഓർഡർ ഉണ്ട് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ സാറ്റിസ്ഫാക്ഷൻ ലെവൽ ഹൈ മീഡിയം ലോ അതുപോലെ സൈസ് ലാർജ് മീഡിയം സ്മോൾ ഇതൊക്കെയാണ് ക്വാളിറ്റേറ്റീവ് ഡേറ്റ ഓക്കെ ദ നെക്സ്റ്റ് ഇസ് ക്വാണ്ടിറ്റേറ്റീവ് ഡേറ്റ വിച്ച് റെപ്രസെൻറ്റ്സ് നമ്പേഴ്സ് ആൻഡ് ക്യാൻ ബി മെഷേർഡ് ഓർ കൗണ്ടഡ് ഓക്കെ ഇതും ടു ടൈപ്സ് ഉള്ളത് ഡിസ്ക്രീറ്റ് ഡേറ്റയും കണ്ടിന്യൂസ് ഡേറ്റ ഡിസ്ക്രീറ്റ് ഡേറ്റ എന്ന് പറയുമ്പോൾ ഹോൾ നമ്പേഴ്സ് ഓർ കൗണ്ട്സ് ആണ് അതായത് ഇപ്പോൾ ഫ്രാക്ഷൻസോ ഡെസിമൽസോ ഒന്നുമില്ല ഒരു ഫൈനൈറ്റ് നമ്പർ ഓഫ് പോസിബിൾ വാല്യൂസേ ഉണ്ടാവുള്ളൂ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്പർ ഓഫ് ആപ്പിൾസ് ഓർ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഇൻ എ ക്ലാസ് ഇതൊക്കെ ഡിസ്ക്രീറ്റ് ഡേറ്റയിൽ വരുന്നതാണ് കണ്ടിന്യൂസ് ഡേറ്റ എന്ന് പറയുമ്പോൾ മെഷേർഡ് വാല്യൂസ് ദറ്റ് ക്യാൻ ടേക്ക് എനി നമ്പർ വിത്തിൻ എ റേഞ്ച് ഇതിൽ മെഷേർഡ് ആണ് മെഷറബിൾ ആണ് ക്യാൻ ഹാവ് ഫ്രാക്ഷൻസ് ഓർ ഡെസിമൽസ് അതുപോലെ തന്നെ ഇൻഫിനിറ്റ് നമ്പർ ഓഫ് പോസിബിൾ വാല്യൂസ് ഉണ്ടാവും ഫോർ എക്സാമ്പിൾ ഹൈറ്റ് വെയ്റ്റ് ഇതൊക്കെയാണ് അതിൻ്റെ എക്സാമ്പിൾ ഓക്കെ സോ വാട്ട് ഈസ് ഡേറ്റ സയൻസ് Data science എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് എ മൾട്ടി ഡിസിപ്ലിനറി ഫീൽഡ് ദാറ്റ് എക്സ്ട്രാക്ട്സ് ഇൻസൈറ്റ്സ് ആൻഡ് നോളജ് ഫ്രം സ്ട്രക്ചേർഡ് ആൻഡ് അൺസ്ട്രക്ചേർഡ് ഡേറ്റ യൂസിംഗ് വേരിയസ് ടെക്നിക്സ് ടൂൾസ് ആൻഡ് ടെക്നോളജീസ് ആൻഡ് ദെൻ ഡെവലപ്പ് ആൻഡ് ഇംപ്ലിമെന്റ് അൽഗുറിതംസ് ആൻഡ് മോഡൽസ് ടു സോൾവ് കോംപ്ലക്സ് പ്രോബ്ലം അതായത് ഒരു ഡേറ്റ കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് ചിലപ്പോൾ സ്ട്രക്ചേർഡോ ആവാം അൺസ്ട്രക്ചേർഡോ ആവാം അപ്പം അതിൽ നിന്ന് വേരിയസ് ടെക്നിക്സോ ടൂൾസോ ടെക്നോളജീസോ ഉപയോഗിച്ചിട്ട് യൂസ്ഫുൾ ആയിട്ടുള്ള ഇൻഫർമേഷൻസ് എക്സ്ട്രാക്ട് ചെയ്തെടുക്കുക അത് കഴിഞ്ഞ് കോംപ്ലക്സ് പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു മോഡലോ ആൽഗുറിതമോ ക്രിയേറ്റ് ചെയ്യുക അതാണ് സിംപ്ലി ഡേറ്റ സയൻസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മളൊരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ എ ക്ലോത്തിങ് സ്റ്റോർ ദറ്റ് വാണ്ട്സ് ടു നോ വിച്ച് പ്രൊഡക്റ്റ് സെൽ ദ മോസ്റ്റ് ഡ്യൂറിങ് ഈച്ച് സീസൺ ടു ഇൻക്രീസ് പ്രോഫിറ്റ് കൂട്ടാൻ വേണ്ടിയിട്ട് ഓരോ സീസണിലും ഏത് പ്രൊഡക്റ്റ് ആണ് കൂടുതൽ സെല്ലാവുന്നതെന്ന് കണ്ടുപിടിക്കണം അപ്പോൾ അതിന് ആദ്യം തന്നെ ഫുൾ ഡേറ്റ സെയിൽസ് ഡേറ്റ കളക്ട് ചെയ്യുക കസ്റ്റമർ പ്രിഫറൻസ് കളക്ട് ചെയ്യുക സീസണൽ ട്രെൻഡ്സ് പ്രൊമോഷണൽ ഡേറ്റ അതുപോലുള്ള ഡേറ്റാസ് ഫുള്ള് കളക്ട് ചെയ്യുക അത് കഴിഞ്ഞിട്ട് അതിനൊന്ന് അനലൈസ് ചെയ്യുക സീസണൽ പാറ്റേൺസ് വെച്ചിട്ടാണെങ്കിൽ ഇപ്പോൾ സിസ്റ്റം ഐഡന്റിഫൈസ് വിച്ച് പ്രൊഡക്ട്സ് വിൽ സെൽ മോർ ഡ്യൂറിങ് സ്പെസിഫിക് സീസൺ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു വിൻ്റർ ആണെങ്കിൽ എന്താ ജാക്കറ്റ് സ്വെറ്റർ ഒക്കെ ആയിരിക്കും കൂടുതൽ സെല്ലാവുന്നത് അതുപോലെ സമ്മർ ആണെങ്കിൽ ചിലപ്പോൾ ടീഷർട്ട്സും ഷോർട്സ് ഒക്കെ ആയിരിക്കും സോ അതൊക്കെ അനലൈസ് ചെയ്യുക കസ്റ്റമർ പ്രിഫറൻസസ് അനലൈസിങ് പർച്ചേസ് ഹിസ്റ്ററി പർച്ചേസ് ഹിസ്റ്ററി നോക്കിയിട്ട് ഏത് സ്റ്റൈലാണ് കളറാണ് സൈസാണ് കൂടുതൽ പോപ്പുലർ അത് അനലൈസ് ചെയ്യണത് Then is demand prediction. ഇപ്പോൾ മെഷീൻ ലേണിംഗ് മോഡൽസ് പ്രെഡിക്ട്സ് ഫ്യൂച്ചർ ഡിമാൻഡ് ബേസ്ഡ് ഓൺ ദ പാസ്റ്റ് ഡേറ്റ ഉപയോഗിച്ചിട്ട് ഫ്യൂച്ചർ ഡിമാൻഡ്സ് പ്രിഡിക്റ്റ് ചെയ്യുക സോ ദാറ്റ് ഹെൽപ്സ് ദ സ്റ്റോർ ടു പ്രിപ്പയർ ഫോർ അപ്കമിങ് സീസൺസ് അപ്പോൾ ഇതെല്ലാം അനലൈസ് ചെയ്ത് നമ്മളൊരു കൺക്ലൂഷനിൽ എത്തിക്കാനായിട്ട് നമുക്ക് എന്താ ഔട്ട്കം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ എന്താ നമുക്ക് റൈറ്റ് പ്രൊഡക്റ്റ് സ്റ്റോക്ക് ചെയ്യാൻ പറ്റും കറക്റ്റ് സമയത്ത് വിൻ്ററിലാണെങ്കിൽ വിൻ്ററിന് പറ്റിയ സ്റ്റോക്ക് നമുക്ക് അപ്പോൾ സെറ്റ് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ ലെഫ്റ്റ് ഓവർ സ്റ്റോക്സ് റെഡ്യൂസ് ചെയ്യാൻ പറ്റും സെയിൽസ് കൂട്ടാൻ പറ്റും ഇതൊക്കെയാണ് ഇതുകൊണ്ട് നമുക്ക് കിട്ടുന്ന അഡ്വാൻറ്റേജസ് ഓക്കെ സോ നെക്സ്റ്റ് ഈസ് ഡേറ്റ അനാലിസിസും ഡേറ്റ സയൻസും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് നോക്കാം ഡേറ്റ അനാലിസിസ് എന്ന് പറയുമ്പോൾ ദിസ് ഫോക്കസ് ഓൺ വാട്ട് ഹാപ്പൻഡ് ഡിസ്ക്രിപ്റ്റീവ് ആൻഡ് വൈ ഇറ്റ് ഹാപ്പൻഡ് ഡയഗ്നോസ്റ്റിക് ബൈ അനലൈസിങ് ഹിസ്റ്റോറിക്കൽ ഡേറ്റ ആൻഡ് ഐഡന്റിഫൈ ട്രെൻഡ്സ് ആൻഡ് പാറ്റേൺസ് എന്താണ് സംഭവിച്ചത് എന്തുകൊണ്ടത് സംഭവിച്ചു എന്ന് നമ്മൾ ഹിസ്റ്റോറിക്കൽ ഡേറ്റ ഉപയോഗിച്ചിട്ട് അത് അനലൈസ് ചെയ്യുക അത് കഴിഞ്ഞിട്ട് അതിൽ നിന്ന് നമ്മൾ ട്രെൻഡ്സും പാറ്റേൺസ് ഒക്കെ ഐഡന്റിഫൈ ചെയ്യാം ഇതാണ് ഡേറ്റ അനലിസ്റ്റിന്റെ വർക്ക് വരുന്നത്
ഡേറ്റ സയന്റിസ്റ്റ് എന്ന് പറയുമ്പോൾ ദിസ് ഫോക്കസ് ഓൺ വാട്ട് മൈറ്റ് ഹാപ്പൻ പ്രെഡിക്റ്റീവ് ആൻഡ് വാട്ട് ഷുഡ് ഹാപ്പൻ പ്രിസ്ക്രിപ്റ്റീവ്. എന്ത് സംഭവിക്കാം, എന്താണ് അവിടെ സംഭവിക്കേണ്ടത്, ഓക്കെ, ബൈ യൂസിങ് മെഷീൻ ലേണിംഗ് ആൻഡ് AI. അപ്പം നമ്മളിവിടെ ഫ്യൂച്ചർ ഔട്ട്കം പ്രെഡിക്റ്റ് ചെയ്യാനായിട്ട് പറ്റും ആൻഡ് ഡെവലപ്പ് പ്രെഡിക്റ്റീവ് മോഡൽസ് ആൻഡ് ഇംപ്രൂവ് ബിസിനസ് പ്രോസസ്സസ്. ബിസിനസ് പ്രോസസ് നമുക്ക് ഇവിടെ ഇംപ്രൂവ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഓക്കെ, ആൻഡ് ലെറ്റ്സ് മൂവ് ഓൺ ടു ദി ആപ്ലിക്കേഷൻ ഓഫ് ഡേറ്റ സയൻസ്. ഫസ്റ്റ് വൺ ഈസ് യൂട്യൂബ് റെക്കമെൻഡേഷൻ. നമുക്കറിയാം വൈൽ വാച്ചിങ് കുക്കിംഗ് വീഡിയോ, നമ്മൾ യൂട്യൂബിൽ ഒരു കുക്കിംഗ് വീഡിയോ കാണുകയാണെങ്കിൽ ചിലപ്പോൾ അടുത്തത് വരുന്നത് കുക്കിംഗ് റിലേറ്റഡ് വീഡിയോസ് ആയിരിക്കും. അതെങ്ങനെയാ? കാരണം ഡേറ്റ സയൻസ് അനലൈസസ് യുവർ വാച്ച് ഹിസ്റ്ററി ആൻഡ് സെർച്ചസ് ടു റെക്കമെൻഡ് വീഡിയോസ് യു മൈറ്റ് ലൈക്ക്. ഓക്കെ, അതുപോലെ തന്നെ ഹെൽത്ത് കെയറിലാണെങ്കിൽ ഡിസീസ് പ്രഡിക്ഷൻ യൂസിങ് പേഷ്യൻ്റ് ഡേറ്റ. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഡയബറ്റീസ് ആണെങ്കിൽ ഇപ്പോൾ നമ്മൾ ആദ്യം തന്നെ കുറച്ച് പേഷ്യൻസിൻ്റെ ഡേറ്റാസ് കൊടുക്കുക, ഡയബറ്റിക് ആണോ ഡയബറ്റിക് അല്ലേ അതുപോലെ കൊടുത്തിട്ട്, അപ്പോൾ ആ പാസ്റ്റ് ഡേറ്റ ആണത്. അപ്പോൾ അത് അനലൈസ് ചെയ്തിട്ട് നമ്മൾ പുതിയതായിട്ടൊരു ഡേറ്റ കൊടുക്കുമ്പോൾ ആ പേഷ്യൻ്റ് ഡയബറ്റിക് ആണോ അല്ലേ എന്ന് അത് പ്രെഡിക്റ്റ് ചെയ്ത് തരും. അതിനൊരു മോഡൽ ക്രിയേറ്റ് ചെയ്യുക. ഇതൊക്കെയാണ് ഹെൽത്ത് കെയറിൽ ഉള്ള യൂസ്. പിന്നെ ഗൂഗിൾ മാപ്പ് ആണെങ്കിലോ, വെൻ യു യൂസ് ഗൂഗിൾ മാപ്സ് ടു ഫൈൻഡ് എ റൂട്ട്, ഇറ്റ് ഷോസ് ദാറ്റ് ഫാസ്റ്റർ വേ, അതുപോലെ തന്നെ ട്രാഫിക് ജാം ഇല്ലാത്ത വേ കാണിച്ചു തരും. ഇപ്പോൾ ഗൂഗിൾ കളക്ട്സ് ഡേറ്റ ഫ്രം ദ പീപ്പിൾ ഓൺ ദി റോഡ് ആൻഡ് യൂസസ് ഇറ്റ് ടു പ്രെഡിക്ട് ട്രാഫിക് പാറ്റേൺസ്. ഓക്കെ, ഓൺലൈൻ ഷോപ്പിംഗ് ആണെങ്കിൽ അങ്ങനെ തന്നെ, ആമസോൺ ഫ്ലിപ്കാർട്ടിലൊക്കെ ഇപ്പോൾ നമ്മളൊരു മൊബൈൽ വാങ്ങിക്കുകയാണെങ്കിൽ നെക്സ്റ്റ് വന്ന സജഷൻ എന്ന് പറയുമ്പോൾ അത് റിലേറ്റഡ് ആയിട്ടുള്ളതായിരിക്കും. ഫോൺ കവർ ആയിരിക്കാം, ഒരു ഹെഡ്സെറ്റ് ആയിരിക്കാം. കാരണം അത് ഇതിനു മുമ്പ് മേടിച്ച പാസ്റ്റ് ഡേറ്റാസ് ഉപയോഗിച്ചിട്ട് അവർ എന്താണോ അതിനുശേഷം ഓർഡർ ചെയ്ത് അതായിരിക്കും നമുക്ക് സജഷനായിട്ട് വരുന്നത്. ഓക്കെ, അതുപോലെ തന്നെയാണ് ബാക്കിയെല്ലാം, വെതർ ഫോർകാസ്റ്റിംഗും നെറ്റ്ഫ്ലിക്സ് ഓർ സ്പോട്ടിഫൈ സജഷൻസ്, ഫ്രോഡ് ഡിറ്റക്ഷൻ, ബാങ്ക്സ്, spam email detection, self-driving cars, etc. So here let's move on to the steps in data science. First one is understand the dataset, then import required libraries, exploratory data analysis, pre-processing, feature engineering, model selection, and evaluation. So first step, understand the dataset. The first step in data science is to understand the problem you want to solve and get familiar with the data that will help you solve it. അപ്പോൾ അതിൽ നിന്ന് നമുക്കൊരു ഡേറ്റ കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ ഡേറ്റ സെറ്റ് എന്താണെന്ന് മനസ്സിലാക്കുക. ആസ്ക് ക്വസ്റ്റ്യൻസ് ലൈക്ക് വാട്ട് ഈസ് ദ ഗോൾ, വാട്ട് കൈൻഡ് ഓഫ് റിസൾട്ട് ഡു ഐ നീഡ്. അതുപോലെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ട് നമ്മൾ ഫുൾ അറിഞ്ഞിരിക്കുക, ഡേറ്റ എന്താ, നമ്മുടെ പ്രോബ്ലം എന്താ, എന്താണ് കണ്ടുപിടിക്കേണ്ടത്, അങ്ങനെയുള്ള ഫുൾ കാര്യങ്ങളും അറിഞ്ഞിരിക്കുക. ദ നെക്സ്റ്റ് സ്റ്റെപ്പ് ഇസ് ഇമ്പോർട്ട് റിക്വയർഡ് ലൈബ്രറീസ്. Libraries are the collection of reusable code that provides set of functionalities, tools or services. ഒരു റിയൂസബിൾ കോഡിന്റെ കളക്ഷനെയാണ് ലൈബ്രറീസ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ NumPy, Pandas, Matplotlib, Seaborn, Scikit-learn, Sklearn. NumPy, Pandas അനലൈസേഷന് വേണ്ടിയിട്ടാണ്, Matplotlib, Seaborn ഇതൊക്കെ വിഷ്വലൈസേഷൻ ആണ്. കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് നമ്മളിത് പിന്നീട് പഠിക്കാം. Okay, the next step is exploratory data analysis. This is the important step. To gain initial insights about the dataset, we use various pandas like .head, .tail, .shape, .info, .describe. ഇതിൽ നിന്നൊക്കെ നമുക്ക് ആ ഒരു ഡേറ്റാ സെറ്റിൻ്റെ സൈസ്, സ്ട്രക്ചർ, ബേസിക് സ്റ്റാറ്റിസ്റ്റിക്കൽ പ്രോപ്പർട്ടീസ് ഇതെല്ലാം നമുക്ക് അനലൈസ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ അതാണ് എക്സ്പ്ലോറേറ്ററി ഡേറ്റ അനാലിസിസ്. ദ നെക്സ്റ്റ് ഇസ് പ്രീ പ്രോസസ്സിംഗ്. പ്രീ പ്രോസസ്സിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡേറ്റ ക്ലീനിങ് ആണ്. നമുക്ക് കിട്ടുന്ന ഡേറ്റയിൽ ഒരുപാട് മിസ്സിംഗ് വാല്യൂസും ഇൻകൺസിസ്റ്റൻസീസും ഔട്ട്ലെയേഴ്സ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ അത് വെച്ചിട്ട് നമ്മളൊരു മോഡൽ ഉണ്ടാക്കുകയാണെങ്കിൽ അതിൽ ഒരുപാട് പ്രെഡിക്റ്റ് ചെയ്യണതിൽ ഒരുപാട് വേരിയേഷൻസ് ഉണ്ടാവും. കറക്റ്റായിട്ട് പ്രഡിക്ഷൻ നടക്കില്ല. അപ്പോൾ അതിന് മുമ്പ് നമ്മളൊരു ഡേറ്റ മോഡൽ ചെയ്യുന്നതിന് മുമ്പ് ആദ്യം തന്നെ ആ ഡേറ്റനെ ക്ലീൻ ചെയ്യണം. മിസ്സിംഗ് വാല്യൂസും എറേഴ്സും ഇൻകൺസിസ്റ്റൻസീസും എല്ലാം റിമൂവ് ചെയ്യണം. അതാണ് പ്രീ പ്രോസസ്സിംഗ്. ഓക്കെ, ദ നെക്സ്റ്റ് സ്റ്റെപ്പ് ഇസ് ഫീച്ചർ എഞ്ചിനീയറിംഗ്. Feature engineering is the process of selecting, transforming, and creating new features from the existing data and improve model performance in data science. Think of it like sharpening the clues to solve a mystery. The better the clues, that is features, the smarter the model becomes. Okay, ഇപ്പോൾ ഫീച്ചർ എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ എക്സിസ്റ്റിംഗ് ഡേറ്റയിൽ നിന്ന് അതിൽ നിന്ന് പുതിയ ഫീച്ചേഴ്സ് സെലക്ടിങ്, ട്രാൻസ്ഫോമിങ് ആൻഡ് ക്രിയേറ്റിംഗ്, നമ്മൾ പുതിയ ഫീച്ചർ ക്രിയേറ്റ് ചെയ്യണതാണ്. ആ ഒരു പ്രോസസ്സിനെയാണ് ഫീച്ചർ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത്. The next is model selection. Model selection means choosing the best machine learning model to solve a problem. ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാനായിട്ട് ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള ഒരു മോഡലിനെ സെലക്ട് ചെയ്യുക. അതാണ് മോഡൽ സെലക്ഷൻ. ഒരുപാട് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മോഡൽസ് ഉണ്ട്. അതിൽ നിന്ന് നമ്മൾ നമ്മുടെ പ്രൊജക്റ്റ് അല്ലെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള ഒരു മോഡലിനെ സെലക്ട് ചെയ്യണം. ഇറ്റ്സ് അബൌട്ട് ഫൈൻഡിങ് ദ മോഡൽ ദാറ്റ് ഗീവ്സ് ദ മോസ്റ്റ് ആക്യുറേറ്റ് പ്രഡിക്ഷൻസ് ഫോർ യുവർ ഡേറ്റ. Okay, and the last and final step is evaluation. Evaluation in data science means measuring how well a machine learning model performs after it has been trained on a data.
ഒരു ഡേറ്റയിൽ നമ്മൾ ട്രെയിൻ ചെയ്യുമ്പോൾ അത് എത്രത്തോളം ആക്യുറേറ്റ് ആയിട്ടാണ് നമുക്ക് പ്രഡിക്ഷൻ തരുന്നത്. അതാണ് ഇവാലുവേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇറ്റ് ഹെൽപ്സ് യു അണ്ടർസ്റ്റാൻഡ് ഇഫ് ദ മോഡൽ ഈസ് ആക്യുറേറ്റ് ആൻഡ് യൂസ്ഫുൾ ഫോർ മേക്കിംഗ് predictions. Okay, that's all about this video. Thank you so much.